സംഘടനാ റിപ്പോർട്ട് സ്വയം വിമർശനമായ ഘടകങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുള്ള റിപ്പോർട്ടാണ് എന്ന് മന്ത്രി കെ രാജൻ മീഡിയ വണ്ണിനോട്. അതിലേതെങ്കിലും ഒരു ഭാഗത്ത് നിന്നെടുത്ത് കാണിച്ചതുപോലെ നേതാക്കളെക്കുറിച്ച് നടത്തിയ അധിക്ഷേപ റിപ്പോർട്ടല്ല സംഘടനാ റിപ്പോർട്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട അനിവാര്യതയെക്കുറിച്ച് നിർബന്ധമായും പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുമെന്നും കെ രാജൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസ് പുരോഗമിക്കുകയാണ്. കെ രാജൻ മന്ത്രിയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇന്ന് ഈ സംഘടനാ റിപ്പോർട്ടിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് കുതിച്ചാൽ മാത്രമേ പഴയ പ്രതാപത്തിലേക്ക് ഉൾപ്പെടെ പാർട്ടിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. അതൊരു സ്വയം വിമർശനം എന്നതിനപ്പുറത്തേക്ക് ചില നേതാക്കൾ പാർട്ടിയെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് തലം മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള സമ്മേളനങ്ങളിൽ അവതരിപ്പിക്കുന്ന അതിൻ്റെ റിപ്പോർട്ട് സ്വയം വിമർശനപരമായിട്ടുള്ള ഘടകങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാകും. അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് എടുത്ത് കാണിച്ചതുപോലെ പാർട്ടിയുടെ നേതാക്കളെക്കുറിച്ച് നടത്തിയിട്ടുള്ള ആക്ഷേപകരമായിട്ടുള്ളൊരു അഭിപ്രായ പ്രകടനങ്ങളല്ല സംഘടനാ റിപ്പോർട്ട്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട, ആ വിധത്തിലുള്ള പ്രചരണങ്ങൾ നടക്കാനും പോകുന്നില്ല. എന്നാൽ നമ്മുടെ ഈ വലിയ താഴത്തലത്തിൽ ഉൾപ്പെടെയുള്ള വലിയ ജനകീയ പിന്തുണ തെരഞ്ഞെടുപ്പിലും സംഘടനാ പ്രവർത്തനത്തിലും കുറെ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കൃത്യമായൊരു രൂപരേഖ തയ്യാറാക്കി പാർട്ടി ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് നിർബന്ധമായിട്ടും ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും. തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന പ്രഥമ നേതൃത്വത്തിൻ്റെ പുതിയ നേതൃത്വത്തിൻ്റെ മുമ്പിലുള്ള പുതിയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വരുന്ന കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാഷ്ട്രീയ ബദലുണ്ടാക്കുന്നതോടൊപ്പം തന്നെ സംഘടനാപരമായി പാർട്ടിയെ കൂടുതൽ കരുത്തോടെ പ്രത്യേകിച്ചൊരു വെല്ലുവിളി നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളായിരിക്കും പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാവുക. ഒരു വനിതാ ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ ഈ പറയുന്ന രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്? അല്ല, ഞാൻ പറഞ്ഞത് ഈ പാർട്ടി ഒരു കൂട്ടായ നേതൃത്വമാണ്. ഈ പറയുന്ന എല്ലാവരും അടങ്ങുന്നതാണ് പാർട്ടി. ആ പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തിയെയോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെയോ ആശ്രയിച്ച് നിൽക്കുന്നതല്ല. അത് ഈ പാർട്ടിയുടെ രാഷ്ട്രീയപരവും സംഘടനാപരമായിട്ടുള്ള ഒരു കൂട്ടായ നേതൃത്വമാണ്. നിങ്ങൾക്കെന്തും ചർച്ച ചെയ്യാം, പക്ഷേ പാർട്ടി സമ്മേളനം, പാർട്ടി കോൺഗ്രസ് ഏറ്റവും കൃത്യമായി അതിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഒരു നേതൃത്വത്തെ ഐക്യകണ്ഠമായി തിരഞ്ഞെടുക്കും. ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ആ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. തുറന്ന മനസ്സോടെ പാർട്ടിയുടെ ഏറ്റവും താഴെ തലം വരെയുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ഏറ്റവും ശക്തമായി പുതിയ ടീം അതിന് ഉയർന്നു വരികയും ചെയ്യുന്ന വിധത്തിലുള്ള ഒന്നായിരിക്കും പാർട്ടി കോൺഗ്രസിൻ്റെ ഔട്ട്കം. അത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾക്ക് കാണാനും പറ്റും.